ഇത്തരം തീർത്ഥാടന യാത്ര എന്ന് പറയുന്നത് കുറേ പ്രയാസം സഹിക്കേണ്ടതായതുകൊണ്ട് അവർ സഹിച്ചു പോകാറുണ്ട്. എന്നാലും കോഴിക്കോട് ഹജ്ജ് ഹൗസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വല്ലാത്തൊരു സൗകര്യം. നേരത്തെ നമ്മൾ കപ്പലിന് പോയിരുന്ന കാലത്താണെങ്കിലും വിമാനത്തിന് പോയിരുന്ന കാലത്താണെങ്കിലും ബോംബെയിൽ വഴിയാണ് ആദ്യം പോയത്. പിന്നെ മദ്രാസ് വഴി പോകാൻ തുടങ്ങി. പക്ഷേ കോഴിക്കോട് നിന്ന് തന്നെ പോകാനുള്ള സൗകര്യം വന്നു. കോഴിക്കോട് തന്നെ ഹജ്ജ് ഹൗസും തുടങ്ങി. അതോടുകൂടി തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സൗകര്യമാണ്. അന്ന് ഗവൺമെൻറ്റിൻ്റേതായ സഹായം ചെയ്തു. കൂട്ടത്തിൽ പ്രൈവറ്റ് ഡൊണേഷൻസ്, അതുപോലെ തന്നെ ഹാജിമാരിൽ നിന്നുള്ള സംഭാവന, ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് കോഴിക്കോട് ഹജ്ജ് ഹൗസ് അന്ന് ആരംഭിക്കാൻ കഴിഞ്ഞത്. പിന്നെ പുതുതായി നമ്മൾ വനിതാ ബ്ലോക്ക് ഇപ്പോൾ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തീർത്ഥാടകരായ വനിതകൾക്ക് വലിയ സൗകര്യമാണ് അവിടെ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം എല്ലാ സ്റ്റേറ്റിലും ഹജ്ജ് ഹൗസ് ഒന്ന് തന്നെ ഉള്ളൂ. എന്നാൽ ഹാജിമാർക്കുള്ള സേവനങ്ങൾ വെച്ച് ഓരോ സ്റ്റേറ്റിനെ വിലയിരുത്തുമ്പോഴാണ് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെക്കാളും നമ്മുടെ കേരളം മികച്ച സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തന്നെ കേരളമാണ് ഏറ്റവും മുന്തിയ ബെസ്റ്റ് കൺവീനിയൻസ് കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു പൊന്തൂവലൂടെയും കൂടിയാണ് നമ്മുടെ കേരള ഗവൺമെൻറ് പ്രത്യേകം തന്നെ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തൊരു 5 crores ഭൂമി കിംഫ്രയിൽ നിന്ന് നമുക്ക് ഹജ്ജ് കമ്മിറ്റി ഏൽപ്പിക്കാനുള്ള നടപടികൾ നമ്മുടെ റവന്യൂ അധികൃതരും അതുപോലെ തന്നെ കലക്ടറും ഒക്കെ വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകം നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഗവൺമെൻറ്റിനോട് ഇവിഷയകമായി നമ്മൾ സാധാരണ താങ്ക്സ് ഗിവിങ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഒരു ഉപകാര സ്മരണ. ശരിക്കും ഇതൊരു ഉപകാര സ്മരണയായിട്ട് തന്നെ മുന്നോട്ട് വെക്കാൻ വേണ്ടി കൂടിയാണ്. കണ്ണൂരിൽ നിന്നായതുകൊണ്ട് ആ പത്രസമ്മേളനം കണ്ണൂരിൽ തന്നെ നടത്താം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ 5 കോടി എന്തായാലും അത് ഗവൺമെൻറ് തരാം എന്ന് ബജറ്റിലൂടെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ഇത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് മറ്റുള്ള കോൺട്രിബ്യൂഷൻസ് ഹാജിമാരുടെ ഭാഗത്തും ഇനി പ്രൈവറ്റായിട്ട് നമ്മൾ വല്ല ഫണ്ടും റേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിക്കുന്നത്.